ഈ പ്രപഞ്ചത്തിലുള്ള എത്ര വലിയ സമ്പന്നനാകട്ടെ പാപപ്പെട്ടവനാകട്ടെ, എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കേണ്ടവരാണ്. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാനുള്ള, കച്ചവടത്തിൽ, സമ്പത്തിൽ, കുടുംബജീവിതത്തിൽ, ഭക്ഷണത്തിൽ, സർവകാര്യങ്ങളിലും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, നമ്മുടെ സമ്പത്തിലാകട്ടെ, നമ്മുടെ ഭക്ഷണത്തിലാകട്ടെ, ഏത് കാര്യത്തിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാ, ചില നന്മകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കടയിൽ കച്ചവടമുണ്ടാകാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സമ്പത്തിൽ വിശാലതയുണ്ടാകാൻ, നിന്റെ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, അല്ലാഹുവിൻ്റെ സഹായം നിനക്ക് ലഭിക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിയകും മതാഅൻ ഹസനാ ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹു തന്നിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, അവിടുന്ന് അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാണ്. അതാ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ 40ാമത്തെ വയസ്സിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് 7 ആകാശം കടന്ന് മുത്തുനബിയുടെ ചാരത്തേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. ആ 114 അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഖുർആനാണ് പറയുന്നത്, ആ ഖുർആനാണ് പറയുന്നത്, അല്ലാഹു നിങ്ങളുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് ചെയ്യണോ? അവിടെന്ന് പറയുന്നു, വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനവും തൗബയും പശ്ചാത്താപവും ആര് ചെയ്യുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഇസ്തിഗ്ഫാർ പറയുന്നത്? ആരാണ് അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നത്? ആ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവന്റെ ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ, പഠിച്ചവനെ, മനുഷ്യനാണ്, പാപം ചെയ്യാത്ത ആരുമില്ല, ഇബ്ലീസ് നമ്മളെ ചതിക്കാൻ നടക്കുകയാണ്, സാഹചര്യം നമ്മളെ പാപങ്ങളിലേക്ക് എത്തിക്കുമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ, നമ്മുടെ നഫ്സ് നമ്മളെ ചതിക്കുമല്ലോ. അങ്ങനെ ജീവിതത്തിൽ പാപം ചെയ്തവര് അവര് തൗബ ചെയ്താൽ, അവർ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വം പലപ്പോഴും നമ്മൾ പഠിച്ചവരാണ്, ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാണ്, പഠിച്ചവനെ, അതാ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിലൂടെ അള്ളാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് നിസാരമായി നമ്മളിങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നതിലൂടെ നിങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത്. മഴയില്ലാതെ വന്നപ്പോ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടാ മഴ പെയ്തത്. മഴയില്ലാതെ വന്നപ്പോൾ ഭൂമിയിൽ വിഭവങ്ങൾ മുളയ്ക്കുന്നതും കൃഷിയിൽ ഐശ്വര്യം കൈവരുന്നതും കന്നുകാലികളുടെ അകടിൽ പാലിന് സമൃദ്ധി ഉണ്ടാകുന്നതും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടാ. എത്ര ഇബ്നു കസീർ മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകാൻ അവിടെ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഹസൻ അൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അടുക്കൽ തന്റെ ജനങ്ങൾ വന്നിട്ട് വരൾച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ, തനിക്ക് വെള്ളമില്ല, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മനുഷ്യനും ജനങ്ങളും പ്രയാസത്തിലാണ്, വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത്, നീ അസ്തഗ്ഫിറുല്ലാഹ് പറ. എന്നെ മറ്റൊരാൾ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണം, അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറ. മൂന്നാമത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, അപ്പോഴും മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ. അവിടെ നിന്ന് പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് പറയാനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്നാമതായി പറയുകയാണ്, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ എളുപ്പ വഴി അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, തൗബ ചെയ്തോ, പശ്ചാത്തപിച്ചു മടങ്ങിക്കോ, അല്ലാഹു നിനക്ക് അഭിവൃദ്ധി നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമതായിട്ട് ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, ആരാണോ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നത്, എനിക്കൊരു പടച്ച റബ്ബുണ്ട്, ആ പടച്ച റബ്ബ് ഞാൻ ചെയ്തത് മുഴുവനും എന്നോട് ചോദിക്കുമല്ലോ, ആ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ ഒരു ദിവസം പോയി നിൽക്കേണ്ടവനാണല്ലോ, ഈ ചിന്തയോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അല്ലാഹു അവന് അഭിവൃദ്ധി നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ജീവിതത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉപജീവനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അല്ലാഹു അവനൊരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. അവനെ കണക്കാക്കാത്ത വിധത്തിലൂടെ അല്ലാഹു അവന് സർവ്വതും കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിന്റെ ജീവിത മാർഗത്തിൽ അഭിവൃദ്ധി വേണമെങ്കിൽ ഒന്ന്, നീ തൗബ ചെയ്യ്, നീ അസ്തഗ്ഫിറുല്ലാഹ് പറ. അല്ലാഹു നിനക്ക് റിസ്ക് തരും, ഒരിക്കലും നിന്റെ റിസ്ക് മുട്ടിക്കില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കടയിൽ കച്ചവടമില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കും, കച്ചവടം വരും. അതാ പറഞ്ഞതിനർത്ഥം. നിന്റെ കടയിൽ കച്ചവടമില്ലേ, നീ കച്ചവടം ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനെ നീ ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്റെ കടയിൽ കച്ചവടം വരും. രണ്ട്, അല്ലാഹുവിനെ ഭയക്കുന്നവനായ രീതിയിൽ നീ ജീവിക്കണം. കച്ചവടം ചെയ്യുന്ന സമയത്ത് കള്ളത്തരമൊന്നും കാണിക്കാതെ എല്ലാവരും അൽഹംദുലില്ലാഹ് നമ്മൾ കണ്ട പല സ്ഥലങ്ങളിലും പോയിട്ട് ഭക്ഷണങ്ങൾ വാങ്ങിക്കും, പല ഹോട്ടലിലും പോയിട്ട്, എന്നിട്ട് മുഖാമുഖം നോക്കുകയാണ്. പല കടകളിലും പോയി ഭക്ഷണങ്ങൾ വാങ്ങിച്ചിട്ട്, മീൻ മാർക്കറ്റിലാണെങ്കിലും ഇറച്ചിക്കടയിലാണെങ്കിലും എവിടെ പോയിട്ടാണെങ്കിലും, പടച്ചോൻ ഓരോരുത്തർ ഒരു പോത്തിറച്ചിയാന്ന് പറഞ്ഞു കൊടുക്കണേ. എന്താ ഐസിലിട്ട മീൻ എടുത്തിട്ട് ഫ്രഷ് മീൻ എന്ന് പറയണില്ലേ? നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കെറ്റിവിടുന്നില്ലേ? എന്തിന് നല്ല മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഈ വിഷമൊക്കെ കല്ല് വെച്ച് പഠിപ്പിച്ച മാങ്ങ കൊടുക്കണവരില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി കഴിയുക, തഖ്വയുള്ളവരായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോ ഇന്നെന്റെ പ്രിയപ്പെട്ടവരെ, നല്ല രീതിയിൽ എത്രയോ പേര് കച്ചവടം നടത്തുന്നവരുണ്ട്.
കള്ളത്തരങ്ങളൊന്നും കാണിക്കാതെ അൽഹംദുലില്ലാ നല്ല നിലയിൽ കച്ചവടം നടത്തും. ഞാനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മാനന്തവാടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മാനന്തവാടിയിൽ ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും, ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. നല്ല ഊണ, നല്ല മത്തി പൊരിച്ചതൊക്കെ കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഭക്ഷണത്തിന്. എത്ര വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും. പടച്ചനൊരു ചെറിയൊരു റൂമിനകത്തായി കടയിരിക്കുന്നത്. അദ്ദേഹം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കണം. ഒരാൾ എഴുന്നേറ്റതിന് ശേഷം അവിടെ കല്യാണ വീട്ടിൽ ഇരിക്കണ പോലെ ഇങ്ങനെ നിൽക്കുക. ഒരു നല്ല ഫാനില്ല, ഒരു ബെഞ്ചോ, അവിടെ ഉള്ളത് ബെഞ്ചും ഡെസ്കും. അതാ ബെഞ്ചും ഡെസ്കും. അപ്പൊ പലപ്പോഴും ഞങ്ങൾക്ക് അത്ഭുതത്തോട് കൂടി എന്ത് ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് ആൾക്കാർ. അദ്ദേഹത്തോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് വേറൊരു കടയിലേക്ക് മാറിക്കൂടെ? മാറൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ഈ വില കുറച്ച് കൊടുക്കുന്നത് എന്തിനാ? അൽഹംദുലില്ലാ, അതിനകത്ത് എനിക്ക് ലാഭമുണ്ടല്ലോ. ആ ലാഭം കൊണ്ടല്ലേ ഞാൻ ഹജ്ജിന് പോയത്, ഉംറയ്ക്ക് പോയത്, ഇസ്രയേലും ഫലസ്തീനൊക്കെ പോയി, ജോർദാനിലും ബൈത്തുൽ മുഖദ്ദസിലൊക്കെ ഞാനും എൻ്റെ കുടുംബവും പോയത്. ഇതിനകത്ത് നിന്നല്ലേ? നമുക്കറിയുന്ന എത്രയോ പേരുണ്ട്, എത്രയോ കടകൾ മായമൊന്നും ചേർക്കാതെ നല്ല ഭക്ഷണം കൊടുക്കുന്നവർ. കൊടുത്തു കഴിയുമ്പോൾ ആ കട തേടിപ്പോകുന്നവരില്ലേ? എത്ര വലിയ കടകളുണ്ടെങ്കിലും അൽഹംദുലില്ലാ പല കടകളിൽ പോയിട്ട് നല്ലത് വാങ്ങുന്നവരില്ലേ? അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഈ ഇറച്ചിക്കടയൊക്കെ നടത്തുന്നവർ, ഒരു പോത്തിന്റെ തല മാത്രം കാണാൻ എന്താ അള്ളാഹു വലം വെച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹ് പറയുകയാ, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ ഞാൻ നിനക്ക് തരും. അള്ളാഹു പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു പറയുകയാണ്, അവിടെ നിന്ന് പറയുന്നു, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ ഞാൻ നിനക്ക് തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവാണ് നിനക്ക് സർവ്വതും തരുന്നത്. നീ തലകുത്തി മറിഞ്ഞാലും അള്ള എഴുതി വെച്ചത് നിനക്ക് കിട്ടൂ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ടാണ് നീ കഴിയുന്നതെങ്കിൽ അള്ളാഹു നിന്റെ റിസ്കിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ കച്ചവടത്തിൽ, സർവ്വതിലും അള്ളാഹു വിശാലത നൽകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ പറയുന്നു, അവിടുന്ന് പറയുന്നു, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറുസുകുകും കമാ തുർസുഖു തൈർ തഅദു ഖിമാസാ വതർഹു ബിതാലാ. മൂന്നാമതായിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ കാര്യങ്ങൾ തവക്കൽതു അലല്ലാഹയുടെ മഹത്വം പഠിച്ചവരാ. നിന്റെ കാര്യങ്ങൾ നീ അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ ഒരിക്കലും നിന്റെ റിസ്ക് മുടങ്ങൂല, ഒരിക്കലും നിന്റെ കുടുംബം പട്ടിണിയാകില്ല, ഒരിക്കലും കഴിക്കാൻ ഭക്ഷണമില്ലാതെ നിന്റെ മക്കൾ കിടന്ന് കരയുന്നത് കാണേണ്ടി വരില്ല. ഒരുത്തന്റെ മുന്നിലും മരിക്കുന്ന കാലം വരെ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ലൗ അന്നകും കുൻതും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറുസുഖതും കമാ തുർസുഖു തൈർ. എന്നിട്ട് അവിടെ ഉദാഹരണം പറയുകയാണ്, പക്ഷികൾക്ക് പടച്ച റബ്ബ് ഭക്ഷണം കൊടുക്കുമല്ലോ, പറവകൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുമല്ലോ. ആ ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിനക്കും നിന്റെ കുടുംബത്തിനും അല്ലാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്, പരമേൽപ്പിക്കുന്നതിന്റെ മഹത്വമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നവരുണ്ട്. ഏത് കാര്യവും അല്ലാഹുവിനെ പരമേൽപ്പിച്ച് നടക്കുന്നവരുണ്ട്. കടയിൽ കയറുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, കടയിൽ നിന്നിറങ്ങുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഒരു ഭയവുമില്ല, ഒരു പേടിയുമില്ല, ആരോടും അസൂയയില്ല, ആരോട് ശത്രുതയില്ല, ഒരു മനുഷ്യനോട് വിദ്വേഷമില്ല. കാരണം അല്ലാഹുവാണ് എനിക്ക് റിസ്ക് തരുന്നവന്. എന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്.
എന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഭയപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, റിസ്കിൽ വിശാലത നൽകുവാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മൂന്നാമത്തെ എളുപ്പവഴി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിലൂടെ നിനക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ കച്ചവടക്കാര് കേട്ടോ, നാലാമത്തെ കാര്യം എന്താണ്? ബിസിനസ്സുകാര് കേട്ടോ, തിരക്കുള്ളവര് കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവേ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ്. നിന്നെ സൃഷ്ടിച്ചത് പണമുണ്ടാക്കാനല്ല, കച്ചവടം നടത്താനല്ല, വീട് പണിയാനല്ല, സുഖിക്കാനല്ലടാ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല മനുഷ്യ, എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാ. അല്ലാഹ് പറയുകയാണ്, നിന്നെ ഞാൻ പടച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാനാ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ പടച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെ നടക്കാനല്ല, നിനക്ക് സുഖിച്ച് നടക്കാനല്ല, നിനക്ക് മതിമറന്ന് നടക്കാനല്ല. നീ ഇബാദത്ത് ചെയ്യാനാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, സക്കാത്ത് കൊടുക്ക്, ഹജ്ജ് ചെയ്യ്, ഉംറ ചെയ്യ്, ഖുർആൻ ഓത്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്ത്, എന്റെ സ്മരണയിൽ കഴിയ്. ഇങ്ങനെ കഴിഞ്ഞാ നിനക്ക് റിസ്ക് ഞാൻ തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാ, ഏ മനുഷ്യ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് കച്ചവടം ചെയ്യാനല്ല, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനല്ല, പണം ഉണ്ടാക്കാനോ കൊട്ടാരം പണിയാനോ അധികാരം പിടിക്കാനോ ഒന്നുമല്ല. ഇതൊക്കെ കിട്ടിക്കഴിയും അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അതാണ്. ഇതൊന്നും ഇതിനു വേണ്ടിയല്ല നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. പലർക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മതിമറന്നു പോകും. പണം കൂടുമ്പോ എല്ലാരെയും മറക്കും. അധികാരം കിട്ടുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിലയും വിലയുമില്ലാത്ത രീതിയിൽ മനുഷ്യന്മാരെങ്ങനാണല്ലോ. നീതിമാൻ ഭരണാധികാരികളെ കുറിച്ച് പറയുന്നു. ഇന്നിപ്പോ വാട്സപ്പിലൊക്കെ എടുത്തു നോക്കിക്കേ, ഓരോ മനുഷ്യരും എന്റെ പ്രിയപ്പെട്ടവർ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്ക് കയറിക്കഴിഞ്ഞാൽ വന്ന വഴിയങ്ങ് മറന്നുപോകും. പട്ടിണി കിടന്ന് കഥ പറയാറുണ്ട്, പട്ടിണി കിടന്ന് കഥ പറയാറുണ്ട്. ഓരോ മനുഷ്യനും എന്റെ പ്രിയപ്പെട്ടവർ അഹങ്കാരം ഞാൻ കടന്നു വരിക. ഇപ്പൊ തന്നെ ഞാൻ ആരെയും വിമർശിക്കുകയല്ല, വാട്സപ്പുകളിൽ ഒരു ഫോൺ കോൾ കേട്ടു, ഒരു MLA സംസാരിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്റെ ജീവിതത്തിലെ എന്തയോ ഒരു പരാതി പറയുന്നതിന് വേണ്ടി വിളിച്ചതാ. പരാതി ആ നമ്പർ തന്നവനെ തല്ലണോന്നാ പറയണം. ആലോചിക്കുക. സത്യത്തിൽ നല്ലവരുണ്ട്, എല്ലാവരെയും വിമർശിക്കുന്നില്ല. ഏത് രാത്രിയിൽ ഫോൺ വിളിച്ചാൽ എടുക്കുന്ന MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, ഏതൊരാവശ്യത്തിനും. പക്ഷേ ചിലരങ്ങനെയല്ല, എല്ലാവർക്കും പേരുദോഷമാണ്, എല്ലാവർക്കും പേരുദോഷം കേൾക്കുന്ന. എന്റെ പ്രിയപ്പെട്ടവർ, ഈ അടുത്തുണ്ടായ 2 സംഭവങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന ആ ചേച്ചി, നാലിച്ചുവയ്ക്ക് രാഷ്ട്രീയമെല്ലാം വിട്. സത്യത്തിൽ ഏതൊരു മനുഷ്യനും അവസാനം അവിടെ ചെല്ലുന്നത് പരാതികളുമായിട്ട്. അവിടുത്തെ സംസാരിക്കുന്ന ഒരു രീതി. ഇന്നൊരു MLA ആയിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ MLA. എവിടുന്ന് ഒരു കുട്ടി വിളിച്ചിട്ട് എന്തോ ഒരു നിന്റെ നാട്ടിലില്ല, ആരുടെ 55 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട്. മനുഷ്യന്മാര് മറന്നുപോകുന്നു പലതും. വന്ന വഴികൾ അവരൊക്കെ ഇങ്ങനെ മൈക്ക് കിട്ടുമ്പോ പറയാ, ജീവിതത്തിൽ ഇതൊക്കെ ആലോചിക്കേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാ പറഞ്ഞത്, അള്ളാഹു അധികാരം തരും. ഒന്നീ അധികാരം കൊണ്ട് അള്ളാഹു ഉയർത്തും, ഇല്ലെങ്കിൽ താഴ്ത്തിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭരണാധികാരികൾക്ക്, നമ്മുടെ നേതൃത്വങ്ങൾക്ക്, മെമ്പറെ, അത് പാതിരാത്രി നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ആരും കഴുത്തിന് പിടിച്ചിട്ട് മെമ്പറാക്കിയതല്ല, സ്വമേധയാ നിങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഏത് രാത്രി എന്നെ വിളിച്ചാലും വരാൻ ഞാൻ തയ്യാറാ. ഏതൊരു കാര്യത്തിന് വിളിച്ചാലും നിങ്ങളൊക്കെ പ്രതിജ്ഞ ചെയ്യുന്ന സമയം ചെയ്യുമല്ലോ, കയറി എന്നിട്ട് അങ്ങോട്ട് ചെയ്യുമല്ലോ, എല്ലാം പറയും. എന്നിട്ട് വിളിച്ചു വയ്ക്കുക. അതിനാ പറഞ്ഞത്, അതിന് സമയമുള്ളവൻ ജനങ്ങളെ സേവിക്കുവാൻ, ജനങ്ങളുടെ പരാതികൾ കേൾക്കുവാൻ, അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഹരിക്കുവാൻ
പരിഹരിക്കാൻ കഴിവുള്ളവനും സമയമുള്ളവനെ അധികാരത്തിൽ കയറാവൂ, അല്ലാത്തവൻ വീട്ടിയിരിക്കണം, സമയമില്ല, ബിസിനസ് പോയിക്കൊണ്ടിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല എന്നെ ആരാധിക്കാനാ, അല്ലാതെ എനിക്ക് വേറെ ഓളം ഉണ്ടായിട്ടല്ല. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാനാ. അപ്പൊ നമ്മൾ ചോദിക്കും, അല്ലാ അപ്പൊ ജോലിക്ക് പോകണ്ടേ? അല്ലാ ഞാൻ ജോലിക്ക് പോകണ്ടേ? ഞാൻ കഷ്ടപ്പെടണ്ടേ? എനിക്ക് വീട് വെക്കണ്ടേ? എനിക്ക് മക്കളെ നോക്കണ്ടേ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണ്ടേ? അല്ലാ പറഞ്ഞു, ഞാൻ തരാം. എത്ര സിമ്പിൾ. രണ്ടും ഖുർആനാ പറയുന്നത്. അള്ളാഹു പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നെ ആരാധിക്കാൻ. അപ്പൊ നമ്മൾ ചോദിക്കും, 24 മണിക്കൂറും ആരാധനയായിട്ടിരുന്നാൽ എനിക്ക് എന്റെ കുടുംബത്തിന് ആര് വിശക്കുമ്പോ ഭക്ഷണം തരും? അല്ലാഹു പറഞ്ഞു, ഞാൻ തരാം. എത്ര വ്യക്തം ഖുർആൻ. അല്ലാഹു പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, ഈമാനുള്ളവരെ ഹൃദയത്തിൽ കരിമ്പാറ കുത്തിവെച്ചതുപോലെ അല്ലാഹുവേ ഈമാനുള്ളവര് കേട്ടോ. അല്ലാഹു പറയുന്നു, നിന്നെ പടച്ചത് നിനക്ക് സുഖിക്കാനല്ലടാ, എന്നെ ആരാധിക്കാനാണ്, എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്, എന്നെ വാഴ്ത്താനാണ്, എന്നെ പുകഴ്ത്താനാണ്. പടച്ചവനെ 24 മണിക്കൂറും നീ അത് ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലാഹു പറയുന്നില്ല. അല്ലാഹു പറയുന്നു, വിളിക്കുന്ന സമയത്ത് വാടാ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിളിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, ജുമുഅയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, പെട്ടെന്ന് കടയടച്ചിട്ട് നീ പള്ളി വാ. അല്ല പറയാ, വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പള്ളിക്കകത്തേക്ക്. അല്ല വിളിച്ചു കഴിഞ്ഞു ഓടി വരണം. എന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കാനല്ല പറഞ്ഞേ, കഴിഞ്ഞാൽ നീ പൊക്കോളാനാ പറഞ്ഞേ. അല്ല പറഞ്ഞത്, ആവശ്യം കഴിഞ്ഞു, പള്ളിയിൽ വന്നു, നിസ്കരിച്ചു, കഴിഞ്ഞു, കച്ചവടത്തിന് പൊക്കോ, കുഴപ്പമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ല പറയുകയാ, നീ ഭയക്കുന്നത് നിന്റെ കുടുംബത്തിന് ചെലവിന് കിട്ടില്ല എന്നാണെങ്കിൽ അല്ലാഹു പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖ് വൽ ആഖിബതു ലിത്തഖ്വ. അല്ലാഹു പറയുകയാ, നിസ്കരിച്ചാ മതി, ഞാൻ തരാം ഭക്ഷണം. മരിക്കുന്ന കാലം വരെ നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്. മരിക്കുന്ന കാലം വരെ ഞാൻ തരാം. 5 നേരം നിസ്കരിച്ചാ മതി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, ഉസ്താദെ 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല എന്ന് പറയട്ടെ. 5 നേരം പായിപ്പാട് ടൗണില് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ള നാടാ, ഇല്ലേ? പായിപ്പാട് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ കടയുണ്ട്. ഈ പള്ളിയിൽ വന്ന് 5 നേരം നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ പറയട്ടെ, എനിക്ക് കച്ചവടം ഇല്ലാന്ന്. അവൻ കച്ചവടം പോട്ടെ, കച്ചവടം ഉണ്ടോ ഇല്ലേന്നല്ല, നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടോ ഇല്ലേ? 5 നേരം പള്ളി വന്ന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലും പട്ടിണി ഉണ്ടാകില്ല. എങ്കിൽ പിന്നെ ഖുർആൻ പറഞ്ഞ് തെറ്റാവണം, എങ്കിൽ പിന്നെ അല്ല പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. ഇല്ല, അല്ല പറഞ്ഞു ഞാൻ തരും. അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഉസ്താദെ ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ചില സമയങ്ങളിൽ പ്രയാസം വരുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ പ്രയാസം വരുന്നുണ്ടല്ലോ. അപ്പൊ നീ മാത്രമല്ലേ നിസ്കരിക്കുന്നുള്ളൂ, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കണില്ലല്ലോ. അതാ ചോദ്യം. ഉസ്താദെ ഞാൻ 5 നേരവും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പായിപ്പാട് പള്ളി വന്നിട്ട് ഞാൻ നിസ്കരിക്കും, എൻ്റെ വീട്ടിൽ എന്നിട്ടും പ്രയാസമുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, നിന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കാറുണ്ടോ? അതില്ല. എത്ര വയസ്സുണ്ട് മോന്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. 18 വയസ്സുള്ളവൻ പോത്തുപോലെ കിടക്കാം, എവിടെ എഴുതേക്ക് നിസ്കരിക്കാൻ? അപ്പായി ഉമ്മായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. അതേ റൂമിൽ മക്കൾ അപ്പുറത്തിപ്പുറത്തും കിടക്കുന്നുണ്ട്. 10 അല്ല 18 ആയത്, 20 ആയത്. എന്തേ വാപ്പ? അവൻ എന്തേ പെണ്ണും കെട്ടി 5 മക്കളായി പോയി കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വം പോയോ? ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കല്യാണം കഴിച്ചു വിട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോൾ പോയിട്ട് വിളിക്കുക, ഫാത്തിമ എഴുന്നേക്ക് നിസ്കരിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചു കിട്ടു. ഭർത്താവിന്റെ വീട്ടില. മുത്തുനബി പോകുന്ന വഴിയിൽ ഫാത്തിമയുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ വിളിക്കും, മോളെ ബാങ്ക് വിളിക്കാൻ സമയമായി, എഴുന്നേറ്റ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കാൻ, ഫർള് നിസ്കരിക്കാനല്ല.
ഫർദ് നിസ്കരിക്കാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളാരും കെട്ടിച്ചു വിട്ട മോളെ വീട്ടിൽ പോണ്ട, അടുത്ത റൂമിൽ കിടക്കണ മക്കളെ വിളിച്ചാൽ മതി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ വഴുത് വെക്കാൻ നിൽക്കുക, എല്ലാണ്ണം ഉണ്ട്. സുബഹി നിസ്കരിക്കാൻ എത്ര ഉണ്ട്? സുബഹി നിസ്കരിക്കാൻ എത്ര ഉണ്ട്? ചിന്തിക്കണം. പടച്ചോനെ, പിള്ളേരെ നോക്കിയാൽ മതി. രാത്രി 1 മണി 2 മണി വരെ ഓൺലൈനിൽ കാണാം. പാപ്പ സുഖം ഉറക്കം, മക്കൾ ഓൺലൈനിൽ. എന്ത് ചെയ്യാ? ചിന്തിക്ക്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, വീട്ടിൽ മക്കൾ കിടന്നിട്ട് ഓൺലൈനിൽ കുത്തിക്കൊണ്ടിരിക്കുക, മൊബൈലിൽ കാണാം, ഗെയിം കളി, ഒരുമിച്ചിരുന്ന് 5ഉം 6ഉം പല സ്ഥലങ്ങളിൽ ഇരുന്നാലും കളിക്കാം. കളിയാ തുടങ്ങിക്കോ, ബിസ്മില്ല, കളി തുടങ്ങി. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് ഉസ്താദെ പട്ടിണി, ജോലിയില്ല ഉസ്താദെ, ജോലിയില്ല ഉസ്താദെ, MA കാരനാണ്, ഡിഗ്രിക്കാരനാണ്, വലിയ പഠിത്തക്കാരനാണ്, ഒരു ജോലിയില്ല, വായി നോക്കി നടക്കുക, എഞ്ചിനീയർ, ഒരു പണിയില്ല. എന്നാൽ ഇവിടെ ഈ കടയിൽ കച്ചവടമൊക്കെ ചെയ്യുന്നവരൊക്കെ MBBS MA ഒക്കെ പഠിച്ചിട്ടാ? എടാ, ഈ വലിയ ബിസിനസ്സുമാരില്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഒന്ന് പോയേ, ഏറ്റവും വലിയ സമ്പന്നന്മാരെ എടുത്തിട്ട് എത്രാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് നീ മതിരി? ഇന്നത്തെ കുട്ടികളൊക്കെ ഡിഗ്രി അല്ലേ? പഴയ തലമുറയിലെ ഏതെങ്കിലും ബെൻസുകാരിലെ നടക്കണേ വലിയ മോലാളിമാരാ. ഒന്ന് വിളിച്ചിട്ട് ഒരു വിദ്യാഭ്യാസത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു പറയുന്നു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് സിറാജ് പെണ്ണുമ്പിള്ളയുടെ കൂടെ മക്കളുടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നുമല്ല. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് നന്ദി രേഖപ്പെടുത്താനാ. എന്നെ നീ നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നിന്റെ കാര്യങ്ങൾ നോക്കി നടാ. ഞാൻ തരാം ഭക്ഷണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആൻ പറയുകയാ, നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ അല്ല പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അല്ലാഹു 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അല്ലാഹു നിനക്ക് റിസ്ക് നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ തആല യഖൂലു യാ ഇബ്നു ആദം തഫറഅ ലി ഇബാദതി അംല സദറക അന്നി സദറക ഇന്നൻ വഅസുദ്ദ ഫഖറാ. ഈ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകുക. അല്ലാഹു പറയുകയാണ്, മുത്തുനബി എവിടെ നിന്ന് പറയുകയാണ്, നീ അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ മുഴുകിക്കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറയ്ക്കും. സമ്പത്ത് വീട്ടിലല്ല, ഹൃദയത്തിലാണ് സമ്പത്ത് വേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എവിടെ സമ്പത്ത് വേണ്ടത്? എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? പായിപ്പാടുള്ള ഏറ്റവും വലിയ സമ്പന്നനാരാപ്പ? പായിപ്പാടുള്ള ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? ആരാപ്പ? പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നൻ വീടിന്റെ മതിൽ കണ്ടിട്ടുണ്ടാ? ഗേറ്റ് കണ്ടിട്ടുണ്ടാ? മുറ്റത്തിടക്കണ വാഹനം കണ്ടിട്ടുണ്ടാ? ഈ പള്ളി കിടക്കണ കിടപ്പുണ്ട? ഇല്ല. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ പോയാൽ പറയും ഇല്ല. അവസാനം പ്രസിഡന്റ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് 1000 രൂപ വെച്ചോ, പറക്കത്തിക്കട്ടെ. ഓരോ പണക്കാരന്മാരുടെ വീട്ടിൽ 2 കാവൽക്കാര് പട്ടി വളർത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. ചുറ്റും ക്യാമറ, നെക്കിയാ തുറക്കുന്ന ഗേറ്റ്. സുബ്ഹാനല്ലാഹ്. അകത്ത് കയറി ചെല്ലുമ്പോ ഒന്നുമില്ല, സങ്കടം, പാപം. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വർള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നിനക്കുണ്ടോ, നീയാ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകത്തിലെ സമ്പന്നൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, മോനെ ആദമിന്റെ മകനെ, നീ എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയാൽ നിന്റെ ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരും. നീ പേടിക്കണ്ട. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഐശ്വര്യം നിറയ്ക്കും. എന്നിട്ട് പറയുകയാണ്, നിന്റെ ദാരിദ്ര്യം ഞാൻ തടുത്തുകളയും. അല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മകനെ, നീ എന്നെ വഴിപ്പെട്ട് ജീവിച്ചാൽ, നീ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഐശ്വര്യം ഞാൻ നിറയ്ക്കുകയാണ്, ദാരിദ്ര്യം ഞാൻ തടയുകയാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ മുമ്പിൽ ഞാൻ
ജോലി തിരക്കി നിറയ്ക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യമാണ് സഹോദരാ. നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എടാ നീ 5 നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യം തടയും. ഇല്ല, നീ എന്റെ പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ നീ നിനക്ക് തോന്നുന്നത് പോലെ നീ ജീവിച്ചാ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, നിന്റെ മുമ്പിൽ ഞാൻ ജോലി തിരക്ക് കൊണ്ടുവരും, ദാരിദ്ര്യം നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടുതരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് വ്യക്തമായി കേട്ടോ. ഞാൻ നിർത്തുകയാണ്. പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഞാൻ ഐശ്വര്യം നിറച്ചു തരും. എന്നിട്ട് പറയുകയാ നിനക്കും നിന്റെ കുടുംബത്തിനും ദാരിദ്ര്യം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇല്ല, നിസ്കരിക്കാൻ സമയമില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, നിനക്ക് തിരക്കായിരിക്കും. തിരക്ക് തന്നെ, 24 മണിക്കൂറും തിരക്ക്. അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു പണിഷ്മെന്റ് അത്. നിന്ന് തിരിയാൻ സമയമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാധാരണ പറയത്തില്ലേ, നിന്ന് തിരിയാൻ സമയമില്ല, അത്രയ്ക്കും തിരക്കാ. എന്താ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ? നിന്ന് തിരിയാൻ സമയമില്ല. ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന സമയം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പായിപ്പാടൊരു ഓട്ടക്കടയും വെച്ചിരിക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. കേവലം ഒരു ഭാര്യയും 2 മക്കളെയും നോക്കുന്ന ഇവന് സമയമില്ല നിന്ന് തിരിയാൻ. തിന്നാനുമില്ല, ഉറങ്ങാനുമില്ല, ഒന്നിനുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, ദാരിദ്ര്യം വണ്ടി വിളിച്ച് നിന്റെ വീട്ടിൽ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ എങ്ങും പോണ്ട. നിനക്ക് കള്ളുകുടിയില്ല, പെണ്ണുപിടിയില്ല, പലിശ കച്ചവടമില്ല, ഒരു വൃത്തികേടുമില്ല. എന്നാലും നിന്റെ സമ്പത്ത് പോകും. നിനക്ക് ദാരിദ്ര്യം നിന്നെ തേടി വരും. അല്ല നിന്റെ കണ്ണിന്റെ മുന്നിൽ ലൈവായി ദാരിദ്ര്യം കൊണ്ടുവരും. അള്ളാഹു കാക്കുമാറാകട്ടെ. വെറുതെ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ഇരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. 5, എന്റെ പ്രിയപ്പെട്ടവരെ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കാൻ 5ാമത്തെ വഴി എന്തെന്നറിയുമോ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നർ റഹിമ സുജ്നത്തും മിനർ റഹ്മാൻ ഫഖാല അല്ലാഹു മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തീർച്ചയായും കുടുംബബന്ധം പരമകാരുണ്യകന്റെ പേരുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നീ ബന്ധം പുലർത്തിയവനോട് ഞാനും ബന്ധം പുലർത്തുകയാണ്. മഹാനായ പ്രവാചകനെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, കുടുംബ ബന്ധം ചേർത്താൽ അല്ലാഹു നിനക്ക് ഐശ്വര്യം ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള 5ാമത്തെ വഴി എന്തു ചേർക്കണം? ഉറക്കെ പറഞ്ഞ് എന്ത് ചേർക്കണം? എന്ത് ചേർക്കണം? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചേർക്കുന്നുണ്ട് നമ്മളൊക്കെ നല്ലതുപോലെ. കുടുംബബന്ധം നമ്മൾ വല്ലാതെ ചേർക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാ, നീ ബന്ധം ചേർത്താൽ ഞാൻ നിന്നോട് ബന്ധം ചേർക്കും. നീ ബന്ധം മുറിച്ചാ ഞാനും മുറിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. കൂടപ്പുറപ്പുകളും ഉണ്ടത്തില്ലല്ലോ, പിന്നല്ലേ ബന്ധം. കൂടപ്പുറപ്പുകൾ. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വാപ്പായോട് സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അത്തായോട് സ്നേഹമുള്ള മക്കളൊക്കെ ഒന്ന് കൈപൊക്ക്. കമ്മിറ്റിക്കാർക്കും പൊക്ക. അൻസാരി പ്രസിഡന്റ് കേട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ പിതാവിനോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ പറ്റും. മരണപ്പെട്ടു പോയ പിതാവുമായിട്ടുള്ള ബന്ധം മരണശേഷം നിലനിർത്താൻ പറ്റും. എങ്ങനെ എങ്ങനെ ദുആയിലൂടെ ഒന്നുമല്ല, അത് വേറെ വിഷയം. എങ്ങനെ? അത്താട സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ. ഇനി സഹോദരന്മാരില്ലെങ്കിൽ വാപ്പയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിലൂടെ നിനക്ക് ആ സ്നേഹബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ കുടുംബക്കാർ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കുടുംബക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പാടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? കണ്ട പരിചയം കാണിക്കാറുണ്ടോ? പെരുന്നാൾ വരുന്ന ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കാറുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടപ്പിറപ്പുകൾ പോലും പരസ്പരം മിണ്ടുന്നില്ല. വാശിയും വൈരാഗ്യവും കടന്നു വരുന്നു. ശത്രുത പുലർത്തുന്നു. വല്ലാത്ത ശത്രുതയാണ്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന നിസ്സാര കാരണത്തിന്റെ പേരിൽ. എന്തിന്? ദാമ്പത്യ ബന്ധങ്ങൾ പോലും തകർത്ത് കളയുന്ന കാലം. കുടുംബ ബന്ധങ്ങളുടെ മഹത്വം മനസ്സിലാകുന്നില്ല. എങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടൊക്കെ നോക്കുമ്പോൾ ചില കൂടപ്പിറപ്പുകൾ വല്ലാത്ത ഒരു സ്നേഹബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണോ കുടുംബബന്ധം ചേർക്കുന്നത് അള്ളാഹു അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസൽ വാസിലു ബിൽ മകാഫീൻ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്. ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ചു ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവന്. പിന്നെയോ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നത് അവൻ എന്നെ സഹായിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ അവനെ സഹായിക്കാം. അങ്ങനെ ചെയ്യുന്നതിനല്ല. മുറിഞ്ഞുപോയ ബന്ധങ്ങൾ, പിണങ്ങിക്കഴിയുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ തിരിച്ച് സ്ഥാപിക്കലാണ് കുടുംബ ബന്ധം പുലർത്തലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 ദിവസങ്ങളിൽ കൂടുതൽ ഒരാളോടും പിണങ്ങിയിരിക്കാൻ പാടില്ല. എത്ര വലിയ ശത്രുതയാണെങ്കിലും, എത്ര വലിയ വൈരാഗ്യമാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും 3 ദിവസത്തിൽ കൂടുതൽ പരസ്പരം പിണങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ പിണങ്ങിയിരുന്നാൽ അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആകാശത്തിന്റെ കവാടം തുറന്ന് മുകളിലേക്ക് പോകുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത്, സഹാബാ, സ്വർഗത്തിലൊരു വീട് വേണോ? സ്വർഗത്തിലൊരു വീട് വേണോ? പരസ്പരം 2 പേര് പിണങ്ങിയിരിക്കുന്നു. ആ പിണങ്ങിയിരിക്കുന്നതിൽ ആരാണോ ആദ്യം സലാം പറയുന്നത്, ആരാണോ ആദ്യം സലാം പറയുന്നത്, ആ സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 2 പേര് പിണങ്ങിയിരിക്കുമ്പോൾ ആദ്യം സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴെങ്കിലും കള്ളം പറയാൻ പാടുണ്ടോ? കള്ളം പറയൽ അനുവദനീയമായ സമയമുണ്ടോ? തമാശയ്ക്ക് പോലും കള്ളം പറയുന്നവന് വലിയ ശിക്ഷയുണ്ടെന്ന അള്ളാഹു കാക്കുമാറാകട്ടെ. വലത് കൈകൊണ്ട് കുടിക്ക് ചായ എല്ലാവരും, ചിലരൊക്കെ ഇടത് കൈകൊണ്ട് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്, കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടില്ല എന്നല്ല ഞാൻ ചോദിച്ചത്, ഉണ്ടോ ഇല്ല എന്നല്ലേ വെച്ചേ. കള്ളം പറയാൻ പറ്റുന്ന സമയമുണ്ടോ? ഇല്ല. ഉണ്ട്.
ഉണ്ടോ? ഉണ്ടോ? എപ്പോഴാ പറയാൻ പറ്റുക? കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം പറഞ്ഞേ. ജീവന് ഭീഷണി ഉണ്ടാകുമ്പോ. ജീവന് ഭീഷണി ഉണ്ടാകുന്ന സമയത്ത് എന്തിനാണ് കള്ളം പറയാൻ നിൽക്കുന്നത്? ഓൻ ഭീഷണിയാക്കിയിട്ട് പോകത്തല്ലേ. കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബക്കാര് പിണങ്ങിയിരിക്കാം. അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്നവരടുക്കൽ പോയിട്ട് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ബന്ധം ചേർക്കുന്നതിന് വേണ്ടി പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ? ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കുന്നു. അപ്പൊ മസ്ലഹത്തിന് പോകുന്ന ഒരാൾ പറയാ, പൊന്നാര ആമിന, നിന്റെ ഇക്കായ്ക്ക് നിന്നോട് ഇപ്പോഴും സ്നേഹമുണ്ട്. നീ വീട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ നിന്നെക്കുറിച്ചൊക്കെ ചോദിക്കും. എവിടെ? ചോദിക്കാറൊന്നുമില്ല, എന്നാലും പറയുക. കാരണം എന്തേ? അപ്പൊ എൻ്റെ വാക്ക് എന്നെ തിരക്കുന്നുണ്ടല്ലോ. തിരിച്ചിപ്പുറത്ത് വന്നിട്ട് പറയുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പിണങ്ങിയിരിക്കുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടി കള്ളം പറയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ യോജിച്ചിരിക്കുന്നതിനെ പിരിപ്പിക്കാൻ വേണ്ടിയാണ് കള്ളം പറയുന്നത്. ഭാര്യയും ഭർത്താവിനെയും കൂടെ എങ്ങനെ രണ്ട് തട്ടിലാക്കാൻ പറ്റും? കൂടപ്പുറപ്പുകളെ തമ്മിൽ എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും? രണ്ട് കൂട്ടുകാരെ എങ്ങനെ പിരിപ്പിക്കാൻ പറ്റും? അവിടെ കയറിയിട്ട് പറയും, അവനടാ നീ ഇല്ലാത്തപ്പോൾ പറഞ്ഞോന്ന് കാണണം. അങ്ങനെ ഇതാ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനിയൊരവസരമുണ്ട് പറഞ്ഞു തരട്ടെ. ഇനിയൊരവസരമുണ്ട് പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഞാൻ മൈക്കിൽ കൂടെ പറയത്തില്ല, അവസാനം വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം പെണ്ണുങ്ങൾ വയത് കേൾക്കുന്നുണ്ട്, പെട്ടുപോകും. പെണ്ണുങ്ങൾ വയത് കേൾക്കുന്നുണ്ട്, പിന്നെ നിങ്ങളിത് സ്ഥിരം പണിയാക്കും. അതുകൊണ്ട് പറ്റൂല. വയത് കഴിഞ്ഞിട്ട് വേണേൽ പറഞ്ഞുതരാം, ലൈവ് ആയതുകൊണ്ട് പറ്റൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഇന്നത്തെ ലൈവിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കുഴപ്പമില്ല. അത് ഈ ക്ലാസ്സിന് വേണ്ടി തുടങ്ങിയതാപ്പ. നമ്മുടെ ഈ ഒരു വർഷത്തെ ക്ലാസ് മുഴുവനും നടക്കുന്നത് ആ ചാനലിനകത്ത്, അതിനകത്ത് ഇട്ടിരിക്കണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആ ചെറുതിൽ, ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി തന്നെ വരും. നമ്മളെന്തിനാ വേദന? ആള് കൂടിയാൽ എന്ത്, കൂടിയില്ലെങ്കിൽ എന്ത്? യൂട്യൂബിനകത്ത് കയറിയിട്ട് 50,000 60,000 പേര് വയത് കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് പോകും. പായിപ്പാട് പള്ളിക്കുള്ളത് വണ്ടി വിളിച്ചാണെങ്കിൽ ഇവിടെ തന്നെ വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം സിറാജിന് വീട് വെക്കാനല്ലല്ലോ, അള്ളാഹിക്കല്ലേ. അള്ളാഹിക്കുള്ളത് വരും. അൽഹംദുലില്ലാ. എത്രയോ പേര് ഇൻഷാ അല്ലാഹ് 10,000 രൂപ തന്നു, പള്ളിക്ക് 10,000 രൂപ തന്നു. ഉസ്താദേ, വൈഫിന്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കാ, ദുആ ചെയ്യണം. ആ ഉമ്മ മരണപ്പെട്ടു പോയി കുവൈറ്റിന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വീണ്ടും 10,000 തന്നു. ഉസ്താദേ, ഉമ്മ മരിച്ചിട്ടൊന്ന് കാണാൻ പറ്റിയില്ല, നാട്ടിൽ പോകാൻ പറ്റിയില്ല, നാട്ടിൽ പോയി ഒന്ന് മയ്യത്ത് കാണാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ, വീണ്ടും 10,000. നിങ്ങൾ ഇന്നലെ നോക്കിക്കേ, 40,000 തന്നു. ലൈവ് വേണോ? എങ്ങനെയാ വന്നേ? വാപ്പ മരിച്ചു 10,000, ഉമ്മ മരിച്ചു 10,000, ഭാര്യയുടെ ആരോ മരിച്ചു 10,000, 40,000. അൽഹംദുലില്ലാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ കൊണ്ടുവരും ചങ്ങാതി. ഇവിടെ ഈ പായിപ്പാടുകാർ വിചാരിച്ച തന്നെ ഈ പള്ളി കെട്ടിക്കൂടെ? എടാ, ഇവിടെ ഓരോ മനുഷ്യൻ എഴുതിത്തരുന്ന പേപ്പർ വായിച്ച കണ്ണ് നിറയും. കടവ ഉസ്താദെ, ലക്ഷങ്ങളുടെ കടവ ഉസ്താദെ. വാടക വീട്ടിൽ കിടക്കണ ഉസ്താദെ, അവന് 1,500 രൂപ തരുന്ന പള്ളിക്ക്. ആര് തരുന്ന? വാടക വീട്ടിൽ കിടക്കുന്ന ലക്ഷങ്ങളുടെ കടമുള്ള, കച്ചവടവും ജോലിയില്ലാതെ അന്നത്തെ ചെലവിന് വേണ്ടി കഷ്ടപ്പെടുന്നവൻ 1 സ്ക്വയർ ഫീറ്റിന്റെ പൈസ തരുന്നു പള്ളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇവിടെ കെട്ടുകണക്കിന് വെച്ചിട്ട് എത്രന്ന് പോലും അറിയാത്തവൻ കണ്ണും തെള്ളിയിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പള്ളിക്ക് പലിശക്കാരന്റെ പൈസ വേണ്ട, ഹറാമായ പൈസ വേണ്ട. അല്ലാഹു ഹലാലെ എടുക്കൂ, അല്ലാഹു ഹലാലെ തിരഞ്ഞെടുക്കൂ. ഹറാമായ പൈസ കൊണ്ട് 1 രൂപ വായ്പാട് പള്ളിക്കകത്തുണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? നിങ്ങൾ പറ, സമാധാനം കിട്ടുമോ? ഒരാൾ പറഞ്ഞു, ഇത്തിരി പൈസ കിടക്കുന്നുണ്ട് ഉസ്താദേ. ഒരാൾ ചോദിച്ചു, ഉസ്താദേ, ബാങ്കിൽ കുറച്ച് പൈസ കിടക്കുന്നുണ്ട്, പലിശ കുറെ കിടക്കുന്നുണ്ട്, എടുത്തു തരട്ടെ. എന്തിനാ? പള്ളിയുടെ മൂത്രപ്പര കെട്ടാമെന്ന് ചോദിച്ചേ. മൂത്രപ്പര പോയിട്ട് ഒന്നും കെട്ടാൻ പറ്റില്ലല്ലോ, കുറെ പൈസ കിടക്കുന്നുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഉസ്താദേ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്കാരെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇത്തിരി ഓഫറായിട്ട് കിട്ടും, അത് വേണോ? പള്ളിക്ക് വേണ്ട, വേറെന്തെങ്കിലും ചെയ്തോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇതിന്റെ ഉത്തരവാദിത്തം അള്ളാഹ് നോക്കിക്കൊള്ളും. ഇവരിപ്പോഴും ബേജാറില്ല, നാളെ എന്താവും, നാളെ ഒന്നും ആവത്തില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പള്ളിയുടെ വാർപ്പിനുള്ള പരിപാടി നോക്കുക. ഒരുപാട് നേർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നേർച്ച നാളെ നീളയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. നേർച്ച ഒരുപാട് അൽഹംദുലില്ലാഹ്. പള്ളിയുടെ പണി തുടങ്ങുന്ന സമയം ഉസ്താദെ ഞങ്ങൾ അവിടെ പോയേക്കാം, ഇവിടെ പോയേക്കാം, റാത്തീബ് ഓതേക്കാം, മൗലൂദ് ഓദിക്കാം, ഇപ്പൊ എല്ലാം ഓടുന്നുണ്ട്. ചെയ്ത നേർച്ച മുഴുവനും പെൻഡിങ് കിടക്കുമ്പോൾ അള്ളാഹ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നുകൂടെ വരട്ടി തരും. അള്ളാഹു ആക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധം ചേർത്തോ. എത്ര വലിയ ശത്രുവായിക്കോ ഒന്നുമില്ല, പോയി സലാം പറഞ്ഞിട്ട് സ്വർഗത്തിൽ വീട് വാങ്ങിച്ചോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇടത്ത് നിന്റെ കടയുടെ തൊട്ടുമുന്നിൽ നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആ കട കൊണ്ടുവന്ന് തുടങ്ങിയത്. നീ തുടങ്ങിയ അതേ കട തന്നെ അവൻ നടത്തിയിരിക്കുന്നത്. എന്നാലും അൽഹംദുലില്ലാഹ് നിന്നെ കാണുമ്പോൾ അവൻ മുഖം തിരിച്ചു നടക്കും. നീ ചിരിക്കുന്ന മുഖത്തോടെ പോയി പറയണം അസ്സലാമു അലൈക്കും, ദുആ ചെയ്യ, അൽഹംദുലില്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ചെയ്യേണ്ടത്. അള്ളാഹ് നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് നിനക്ക്. ഞാൻ ഇന്നലെ അത്ഭുതത്തോടു കൂടി ഇന്നലെ ഞാൻ തോന്നുന്നു പോത്തിനെ വാങ്ങാൻ പോയി. ഒലുഹിയ മൃഗത്തിന്റെ പോത്തിനെ വാങ്ങാൻ പോകുമ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ 5 പെട്ടിയാട്ട കിടക്കുക. എല്ലാത്തിലും സവാള 3 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ. ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുക. നമ്മൾ തന്നെ ചിന്തിച്ച് പഠിച്ച ഇതിന് ആര് വാങ്ങാനാ? 4-5 ഓട്ട നിരത്തിയിട്ടിരിക്കുന്ന എല്ലാം 3 കിലോ 100, 3 കിലോ 100. അവനവനുള്ളത് അവനവന് കിട്ടൂലേ? അതാ ചിന്തിക്കേണ്ടത്. അവർക്ക് പരസ്പരം അങ്ങോട്ടും ശത്രുതയുണ്ടോ? ഇങ്ങോട്ട് വന്നില്ല. അവനുള്ളത് അവൻ, ഇവനുള്ളത് ഇവന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലുള്ള കിടക്കുന്നവർ കണ്ടിട്ടില്ലേ? ഓട്ടോ നിരത്തിയിട്ടിരിക്കുക. ചില ഓട്ടോ സ്റ്റാൻഡിലെ നിർബന്ധം 1ാമത്തെ വണ്ടി വിളിച്ചുകൊണ്ട് പോകണം. അങ്ങനല്ല, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് എന്നിട്ടൊരു വിളിയ സെൻട്രിൽ കിടക്കുന്നത് വാടാ, വിളിച്ചോണ്ട് പോകണില്ലേ? അള്ളാഹു എഴുതിയിട്ടുണ്ട് പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുടുംബ ബന്ധം ചേർത്താൽ അതിലൂടെ നിനക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആറാമത്തെ കാര്യം കേട്ടോ. ആരാണോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് അവൻ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്. 2 നേട്ടങ്ങളാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു. ആരാണോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത്, മറ്റൊരു ഹദീസിൽ കാണാം, പ്രായമുള്ള ആൾക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്ടില്? എന്റെ ഉസ്താദ് അത്തായി അമ്മായി താമസിക്കണ വീട്ടിൽ മാത്രമേ ഇത്ര അഭിവൃദ്ധി? പറ. എടാ, അത്തായും വാപ്പായും ഉമ്മായും പ്രായമായി കുടുംബ വീട് അതെന്നെ വിളിച്ചാൽ മതിയല്ലോ. പണ്ടത്തെ നിയമം അനുസരിച്ച്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഇളയ മകനാണ് ഉമ്മായും വാപ്പായും നോക്കണം. അവനാ ഏറ്റവും വലിയ അഭിവൃദ്ധിയും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രായമുള്ളവര്, ഞങ്ങൾ ഇങ്ങോട്ട് നോക്ക്. 5-6 മക്കളുള്ള സഹോദരങ്ങൾ കേട്ടോ, ഞാൻ പറയുന്നത് ഉമ്മാനെ ഒരു വീട്ടിൽ നിർത്തരുത്, വല്ലപ്പോഴും നിങ്ങൾ മാറ്റണം. ഓരോ മക്കളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം. അപ്പൊ അൽഹംദുലില്ലാഹ് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോഴാണ് അഭിവൃദ്ധി. ഇല്ല, അവൻ നോക്കട്ടെ. അവൻ നോക്കുന്നുണ്ട്, നേട്ടം കൊയ്യുന്നുണ്ട്. നീയോ ഉള്ളത് കാലിയാവുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.